നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല പോകുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും എന്തോ ഒന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുവെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോയായി മാറിയേക്കാം. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ മുഴുവൻ ചിന്തയെയും അവരുടെ മുഴുവൻ ദിശയെയും അവരുടെ മുഴുവൻ ഭാവിയെയും മാറ്റുന്ന ശീലങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ചോദ്യം ഇതാണ്: ചിലർ മാത്രം വിജയിക്കുന്നത് എന്തുകൊണ്ട്? ചിലർക്ക് മാത്രം അവരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട്? മറ്റുള്ളവർ അവരുടെ മുഴുവൻ ജീവിതവും കഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥ കാരണം കഴിവോ ഭാഗ്യമോ പണമോ അല്ല. യഥാർത്ഥ കാരണം നമ്മുടെ ദൈനംദിന ശീലങ്ങളാണ്. കാരണം ഇന്ന് നിങ്ങൾ ആരാണെന്നത് നിങ്ങളുടെ മുൻകാല ശീലങ്ങളുടെ ഫലമാണ്. നാളെ നിങ്ങൾ ആരായി തീരുന്നത് ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്ന ശീലങ്ങളുടെ ഫലമായിരിക്കും. ഈ വീഡിയോ ഒരു കഥയല്ല, ഇതൊരു പ്രചോദനാത്മക പ്രസംഗമല്ല. നിങ്ങളത് ശരിയായി മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്താൽ വെറും 21 ദിവസങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും ഗതി മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത്. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകളുടെ അടിത്തറയായ 7 ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശീലങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നു. എന്നാൽ ഓർക്കുക, ഈ ശീലങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇവ യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയാൽ 21 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത ശീലങ്ങളാണ്. തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സ് പറയും, ഇത് എളുപ്പമല്ല. നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളെ തടയും. നിങ്ങളുടെ മടി നിങ്ങൾക്ക് ഒഴികഴിവുകൾ നൽകും. എന്നാൽ ഇവിടെയാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന വ്യക്തി തൻ്റെ മുഴുവൻ ജീവിതത്തെയും നിയന്ത്രിക്കാൻ പഠിക്കുന്നു. ഓരോ മിനിറ്റിലും ഈ വീഡിയോയിലെ ഓരോ വാക്കും നിങ്ങളെ ഉള്ളിൽ നിന്ന് കുലിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ അധ്യായവും നിങ്ങളെ സ്വയം ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കും. ഓരോ ശീലത്തിന് ശേഷവും നിങ്ങൾ ഈ കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും. അതിനാൽ എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. ഈ വീഡിയോ പകുതിയിൽ കാണരുത്, പകുതിയിൽ ഉപേക്ഷിക്കരുത്. കാരണം അവസാനം വരെ സ്ഥിരോത്സാഹം കാണിക്കുന്നവർ മാത്രമേ മാറ്റം കാണൂ. ഇനി നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വർഷങ്ങളായി നിങ്ങൾ അവഗണിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ ഉള്ളിലെ മറഞ്ഞിരിക്കുന്ന ശക്തിയെ ഉണർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുമെന്ന് സ്വയം പ്രതിജ്ഞയെടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ മൂല്യം പോലും നൽകുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ അല്പമെങ്കിലും ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ അവസാനം ലൈക്ക് ചെയ്യുക. കൂടുതൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഓഡിയോ ബുക്ക് സംഗ്രഹങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യം ഏത് ശീലം സ്വീകരിക്കുമെന്നതിനെക്കുറിച്ച് താഴെ ഒരു അഭിപ്രായം ഇടുന്നത് ഉറപ്പാക്കുക. ഇനി കൂടുതൽ ആലോചിക്കാതെ അടുത്ത 21 ദിവസങ്ങളിൽ നിങ്ങളുടെ ചിന്തയുടെ അടിത്തറയെ പരിവർത്തനം ചെയ്യുന്ന ആദ്യത്തെ ശീലത്തിലേക്ക് നമുക്ക് പോകാം. ശീലം നമ്പർ 1: നിങ്ങളുടെ ദിവസം നിങ്ങളുടെ ലക്ഷ്യത്തോടെ ആരംഭിക്കുക. നിങ്ങളുടെ ദിവസം എങ്ങനെ ആരംഭിക്കുന്നുവെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ അലാറം മുഴങ്ങുന്നുണ്ടോ? നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ഫോൺ എടുക്കുക എന്നതാണ്. അറിയിപ്പുകൾ പരിശോധിക്കുക, സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ദിവസം ഒരു ചിന്തയുമില്ലാതെ കടന്നുപോകാൻ അനുവദിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ആരംഭിക്കുന്നത് ഇവിടെയാണ്. കാരണം ഒരു വ്യക്തിയുടെ പ്രഭാതം ദിശയില്ലാതെ ആരംഭിക്കുന്നു, അവരുടെ മുഴുവൻ ദിവസവും ദിശയില്ലാതെ അവസാനിക്കുന്നു. ദിവസങ്ങൾ ദിശയില്ലാതെ കടന്നുപോകുമ്പോൾ ജീവിതം തന്നെ ദിശയില്ലാതെ ഒഴുകുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശീലം നിങ്ങളുടെ ലക്ഷ്യം മുൻനിർത്തി ദിവസം ആരംഭിക്കുക എന്നത്. അതായത് രാവിലെ ഉണരുമ്പോൾ തന്നെ ഈ ദിവസം എന്തിനു വേണ്ടിയാണെന്നും നിങ്ങൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നുവെന്നും എന്തിനാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതെന്നും നിങ്ങളുടെ മനസ്സറിയണം. ലോകത്തിലെ എല്ലാ വിജയകരമായ ആളുകൾക്കും പൊതുവായി ഒരു കാര്യമുണ്ട്: ഉണരുമ്പോൾ തന്നെ അവരവരുടെ ലക്ഷ്യങ്ങൾ ഓർമ്മിക്കുന്നു, അവരവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു. കാരണം രാവിലെ നിങ്ങളുടെ മനസ്സിന് ശരിയായ ദിശ നൽകുമ്പോൾ ദിവസം മുഴുവൻ നിങ്ങളുടെ മനസ്സ് ആ ദിശയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ചിന്തയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങളുടെ മനസ്സ് ഒരു യന്ത്രം പോലെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇൻപുട്ടിന്റെ അതേ ഔട്ട്പുട്ട് അത് ഉൽപ്പാദിപ്പിക്കുന്നു. രാവിലെ ഉണരുമ്പോൾ തന്നെ ക്ഷീണം, ഭയം, പിരിമുറുക്കം എന്നിവ നൽകിയാൽ നിങ്ങളുടെ മുഴുവൻ ദിവസവും അങ്ങനെയായിരിക്കും. എന്നാൽ രാവിലെ ഉണരുമ്പോൾ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഐഡന്റിറ്റി എന്നിവ നൽകിയാൽ നിങ്ങളുടെ മനസ്സ് അവസരങ്ങൾ തേടാനും വഴികൾ കണ്ടെത്താനും മുന്നോട്ടു പോകാൻ നിങ്ങളെ നിർബന്ധിക്കാനും തുടങ്ങുന്നു. ഈ ശീലം സ്വീകരിക്കാൻ നിങ്ങൾ കഠിനമായി ഒന്നും ചെയ്യേണ്ടതില്ല. രാവിലെ എഴുന്നേറ്റു 2 മിനിറ്റ് കണ്ണുകൾ അടച്ച് ജീവിതത്തിൽ എനിക്ക് എന്താണ് വേണ്ടത് എന്ന് സ്വയം ചോദിക്കുക. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ കുറച്ചുകൂടി അടുപ്പിക്കുന്ന എന്തു കാര്യം ഇന്നെനിക്ക് ചെയ്യാൻ കഴിയും? നിങ്ങൾ എല്ലാ ദിവസവും ഈ ചോദ്യം സ്വയം ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ക്രമേണ മാറും. അനാവശ്യ കാര്യങ്ങളിൽ സമയം പാഴാക്കുന്നത് നിങ്ങൾ നിർത്തും. ഇപ്പോൾ നിങ്ങൾക്കൊരു കാരണമുണ്ടാകും, ഒരു ലക്ഷ്യമുണ്ട്. എന്നെ വിശ്വസിക്കൂ,
അലസതയ്ക്ക് പോലും ഒരു ലക്ഷ്യമുള്ള ഒരാളെ ദീർഘനേരം പിന്നോട്ട് വലിക്കാൻ കഴിയില്ല. തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സ് ഒഴിവ് കഴിവുകൾ പറയും. അത് പറയും, ഇന്ന് അത് പോകട്ടെ, നാളെ അത് ചെയ്യാം. എന്നാൽ ഓർക്കുക, 21 ദിവസത്തെ നിയമം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. തുടർച്ചയായി 21 ദിവസം നിങ്ങളുടെ ലക്ഷ്യത്തോടെ നിങ്ങൾ നിങ്ങളുടെ ദിവസം ആരംഭിക്കുകയാണെങ്കിൽ ഈ ശീലം നിങ്ങളിൽ വേരൂന്നിയതായി തീരും. നിങ്ങൾ സ്വയം നിർബന്ധിക്കേണ്ടതില്ല. നിങ്ങൾ യാന്ത്രികമായി ശരിയായ ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നാളെ രാവിലെ ഉണരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഓർമ്മിക്കുക എന്നതായിരിക്കുമെന്ന് ഇന്ന് സ്വയം പ്രതിജ്ഞയെടുക്കുക. കാരണം നിങ്ങളുടെ പ്രഭാതം മാറുന്ന ദിവസം നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറ്റുന്ന പ്രക്രിയ ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദിവസം ശരിയായി ആരംഭിക്കാൻ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ശീലം നിങ്ങളുടെ സമയവും ഊർജവും എങ്ങനെ ശരിയായി വിനിയോഗിക്കാമെന്ന് പഠിപ്പിക്കും. അതില്ലാതെ ഒരു സ്വപ്നവും പൂർത്തീകരിക്കാൻ കഴിയില്ല. ശീലം നമ്പർ 2, സമയം മാനേജ്മെൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിക്കുക. പാഴാക്കുന്ന ശീലങ്ങൾ ഉപേക്ഷിക്കുക. ഇപ്പോൾ സത്യസന്ധമായി സ്വയം ചോദിക്കുക, നിങ്ങൾക്ക് സമയക്കുറവുണ്ടോ അതോ നിങ്ങൾ അതിനെ വിലമതിക്കുന്നില്ലേ? ലോകത്ത് ആർക്കും സമയക്കുറവില്ലെന്നതാണ് സത്യം. എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഒരേ ഒരു വ്യത്യാസം, ചിലർ ആ 24 മണിക്കൂർ കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുന്നു, മറ്റുള്ളവർ അതേ 24 മണിക്കൂറിനുള്ളിൽ ജീവിതം നഷ്ടപ്പെടുത്തുന്നു എന്നതാണ്. ജീവിതത്തെ മാറ്റിമറിക്കുന്ന രണ്ടാമത്തെ ശീലം നിങ്ങളുടെ സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുകയും എല്ലാം പതുക്കെ കവർന്നെടുക്കുന്ന ശീലങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. ഇന്ന് മിക്ക ആളുകളും കഠിനാധ്വാനത്തെ ഭയപ്പെടുന്നില്ല, പക്ഷേ അവർ ശ്രദ്ധ വ്യതിചലനങ്ങൾക്ക് വഴങ്ങുന്നു. മൊബൈൽ ഫോണുകൾ, സോഷ്യൽ മീഡിയ, അർത്ഥശൂന്യമായ സംസാരം, നെറ്റ്ഫ്ലിക്സ്, റീലുകൾ ഇവയെല്ലാം നിങ്ങൾക്ക് തൽക്ഷണ ആനന്ദം നൽകുന്നു. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അവ നിങ്ങളുടെ സ്വപ്നങ്ങളെയും ശ്രദ്ധയെയും ആത്മവിശ്വാസത്തെയും കവർന്നെടുക്കുന്നു. നിങ്ങളുടെ ഫോണിൽ മണിക്കൂറുകൾ ചിലവഴിക്കുമ്പോൾ ക്ഷീണവും ഖേദവും മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ആ സമയം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ചെലവഴിക്കുമ്പോൾ, നിങ്ങൾ ശരിയായ പാതയിലാണെന്നറിയുമ്പോൾ നിങ്ങൾക്കൊരു അദ്വിതീയ സംതൃപ്തി അനുഭവപ്പെടുന്നു. സമയത്തിന് വില കൽപ്പിക്കുക എന്നതിനർത്ഥം സ്വയം നിർബന്ധിക്കുകയോ നിരന്തരം പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങളുടെ സമയം എന്തിനു വേണ്ടി ചെലവഴിക്കണം, എന്തു ചെയ്യരുത് എന്ന് തീരുമാനിക്കുക എന്നതാണ് ഇതിനർത്ഥം. വിജയിച്ച ഓരോ വ്യക്തിക്കും വ്യക്തമായ ഒരു നിയമമുണ്ട്. അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് അവരെ അകറ്റുന്ന എന്തും അവർ പരിമിതപ്പെടുത്തുകയോ പൂർണ്ണമായും ഉപേക്ഷിക്കുകയോ ചെയ്യുന്നു. ഇപ്പോൾ ഇതെല്ലാം ഉപേക്ഷിക്കുന്നത് എളുപ്പമല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അത് ശരിയാണ്. എന്നാൽ ഓർക്കുക, ഇന്ന് നിങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നാളെ അവ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും നിയന്ത്രിക്കും. ഈ ശീലം സ്വീകരിക്കാൻ നിങ്ങളൊരു ലളിതമായ നിയമം സൃഷ്ടിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും സ്വയം ചോദിക്കുക, ഞാൻ ഇന്ന് എൻ്റെ സമയം എവിടെയാണ് ചെലവഴിച്ചത്? അതെന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ചോ അതോ കൂടുതൽ അകറ്റിയോ? നിങ്ങൾ സ്വയം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടരുമ്പോൾ നിങ്ങളുടെ അവബോധം വളരും. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ യാന്ത്രികമായി അകന്നു നിൽക്കാൻ തുടങ്ങും. കാരണം ഏതൊക്കെ ശീലങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്നും ഏതെല്ലാം നിങ്ങളെ നിശ്ചലമാക്കുന്നുവെന്നും ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ സമയം പതിവായി ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഈ ശീലം നിങ്ങളുടെ ചിന്തയുടെ ഭാഗമായി മാറും. നിങ്ങൾക്കൊരു പ്രചോദനവും ആവശ്യമില്ല. സമയം യഥാർത്ഥ സമ്പത്താണെന്നും സമയത്തെ വിലമതിക്കാൻ പഠിക്കുന്ന ഒരാൾ തൻ്റെ ജീവിതത്തെ വിലമതിക്കാൻ പഠിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നതിനാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ സമയം സംരക്ഷിക്കാൻ തുടങ്ങും. ഇനി അടുത്ത ശീലം നിങ്ങളെ പഠിപ്പിക്കുന്നത് സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നിങ്ങളുടെ മനസ്സ് തകർന്നതായി തോന്നുമ്പോഴും എങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ്. മൂന്നാമത്തെ ശീലം നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഊർജത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ്. ശരിയായ ദിശയും ശരിയായ സമയവും എത്ര പ്രധാനമാണെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ രണ്ടും നേടുന്നതിന് ഒരു കാര്യം കൂടി ആവശ്യമാണ്: ഊർജം. കാരണം ഊർജമില്ലാതെ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഓർമ്മിക്കാൻ കഴിയില്ല, സമയത്തെ വിലമതിക്കാനും കഴിയില്ല. ജീവിതത്തെ മാറ്റിമറിക്കുന്ന മൂന്നാമത്തെ ശീലം നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഊർജത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇന്ന് മിക്ക ആളുകളും പറയുന്നത് അവർക്ക് പ്രചോദനമില്ല എന്നാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഞാൻ ക്ഷീണിതനാണ്. പക്ഷേ പ്രശ്നം പ്രചോദനമല്ല, ഊർജമാണെന്ന് ആരും കരുതുന്നില്ല. കാരണം ശരീരം ക്ഷീണിതനും മനസ്സ് ഭാരമുള്ളവനുമായിരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പോലും ഒരു ഭാരമായി തോന്നുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ്. അത് ദുർബലമാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളുടെ ഉറക്കത്തെ ഗൗരവമായി കാണുന്നത് പോലുള്ള വളരെ ലളിതമായ കാര്യങ്ങളിൽ നിന്നാണ് ഈ ശീലം ആരംഭിക്കുന്നത്. കാരണം ഉറക്കത്തെ വിലമതിക്കാത്ത ഒരാൾ ക്രമേണ തൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്നു. ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ വ്യക്തമായി നിലനിർത്തുകയും തീരുമാനങ്ങൾ മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ ആത്മവിശ്വാസം യാന്ത്രികമായി വർദ്ധിക്കും.
വർദ്ധിക്കുകയും ചെയ്യുന്നു. അടുത്തതായി വരുന്നത് നിങ്ങളുടെ ശരീരം ചലിപ്പിക്കുക എന്നതാണ്. കുറച്ചു നടക്കുക, ലഘുവ്യായാമം ചെയ്യുക. കാരണം നിങ്ങൾ നിങ്ങളുടെ ചലിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും സജീവമാകും. വ്യത്യസ്തമായ ഒരു പോസിറ്റീവ് വികാരം നിങ്ങളിൽ ഉടലെടുക്കുന്നു. പിന്നീട് മനസ്സിന്റെ ഊർജം വരുന്നു. അത് പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. ദിവസം മുഴുവൻ നിങ്ങൾ സ്വയം പറയുന്ന സംഭാഷണങ്ങൾ നിങ്ങളെ ശക്തരാക്കുകയോ ദുർബലരാക്കുകയോ ചെയ്യുന്നു. എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഞാൻ ദുർബലനാണ്, ഞാൻ പിന്നിലാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ച് സ്വയം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സത് വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ പഠിക്കുകയാണ്, ഞാൻ മെച്ചപ്പെടുന്നു, ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് സ്വയം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ ദിശയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങും. ഇത് മാന്ത്രികമല്ല, ഇത് മനസ്സിന്റെ നിയമമാണ്. നിങ്ങൾ ആവർത്തിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നു. ഈ ശീലം സ്വീകരിക്കാൻ അടുത്ത 21 ദിവസത്തേക്ക് ഒരു ചെറിയ വ്യായാമം ചെയ്യുക. നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക, മതിയായ ഉറക്കം നേടുക, കുറച്ച് നടക്കുക. എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും നിങ്ങളോട് പോസിറ്റീവായി സംസാരിക്കുക. ആദ്യം അത് വിചിത്രമായി തോന്നിയേക്കാം, പക്ഷേ ക്രമേണ നിങ്ങളുടെ ഊർജം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ മനസ്സ് പ്രകാശിക്കും. ഒരിക്കൽ ബുദ്ധിമുട്ടായി തോന്നിയിരുന്ന ജോലികൾ ഇപ്പോൾ എളുപ്പമായി തോന്നും. കാരണം നിങ്ങളുടെ ഊർജം ശരിയായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം യാന്ത്രികമായി ശരിയായ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും. ഇനി അടുത്ത ശീലം ഭയവും പരാജയവും ഉണ്ടായിട്ടും എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നിങ്ങളെ പഠിപ്പിക്കും. ശീലം നമ്പർ 4, ഭയമുണ്ടായിട്ടും നടപടിയെടുക്കുക. ഇതുവരെ ഒരു ലക്ഷ്യത്തോടെ നിങ്ങളുടെ ദിവസം എങ്ങനെ ആരംഭിക്കാമെന്നും നിങ്ങളുടെ സമയത്തെ എങ്ങനെ വിലമതിക്കാമെന്നും നിങ്ങളുടെ ഊർജം എങ്ങനെ ശക്തിപ്പെടുത്താമെന്നും നിങ്ങൾ പഠിച്ചു. എന്നാൽ ഇതിനിടയിലും മിക്ക ആളുകളെയും തടയുന്ന ഒരു കാര്യമുണ്ട്: ഭയം. പരാജയ ഭയം, ആളുകളുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള ഭയം, തെറ്റുകൾ വരുത്തുമോ എന്ന ഭയം. ജീവിതത്തെ മാറ്റിമറിക്കുന്ന 4ാമത്തെ ശീലം ഭയം ഉണ്ടായിരുന്നിട്ടും നടപടിയെടുക്കാൻ പഠിക്കുക എന്നതാണ്. കാരണം സത്യം, ഭയം ഒരിക്കലും മാറില്ല എന്നതാണ്. വിജയകരമായ ആളുകൾക്ക് പോലും ഭയമുണ്ട്. എന്നാൽ വ്യത്യാസം ഒന്ന് മാത്രം: ഭയം അവരുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ അവർ അനുവദിക്കാത്ത വിധം ഇത് വളരെ പ്രധാനമാണ്. മിക്ക ആളുകളും കരുതുന്നത് അവരുടെ ഭയം കുറയുമ്പോൾ അവർ ആരംഭിക്കുമെന്നും ആത്മവിശ്വാസം ലഭിക്കുമ്പോൾ അവർ മുന്നോട്ടു പോകുമെന്നുമാണ്. എന്നാൽ യഥാർത്ഥ സത്യമെന്തെന്നാൽ നടപടിയെടുക്കുന്നത് ഭയം കുറയ്ക്കുകയും ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുന്നു എന്നതാണ്. ഒന്നും ചെയ്യാത്ത വ്യക്തിയാണ് ഏറ്റവും ഭയപ്പെടുന്നതെന്നും തുടർച്ചയായി ചെറിയ ചുവടുകൾ എടുക്കുന്ന വ്യക്തി ക്രമേണ അവരുടെ ഭയം നഷ്ടപ്പെടുമെന്നും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ഭയം യഥാർത്ഥത്തിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നില്ല, അത് നിങ്ങളെ സുരക്ഷിതമായി നിലനിർത്താൻ മാത്രമാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴും ഭയം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാകുന്നു. ഈ ശീലം സ്വീകരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ചിന്തിക്കാതെ വലിയ റിസ്കുകൾ എടുക്കണമെന്നല്ല. നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യം സംഭരിക്കണമെന്നാണ് ഇതിനർത്ഥം. ഇന്ന് ഒരു ചെറിയ പ്രവൃത്തി, നാളെ ഒരു വലിയ പ്രവൃത്തി. ഇങ്ങനെയാണ് നിങ്ങൾ ക്രമേണ സ്വയം മാറുന്നത്. നിങ്ങളെ അല്പം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങൾ 21 ദിവസത്തേക്ക് എല്ലാ ദിവസവും ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കൽ എത്രമാത്രം ശക്തിയുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. ഭയം ഇനി നിങ്ങളെ പിന്നോട്ട് നിർത്തുന്നില്ലെന്നും മറിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ വളർച്ച ഭയത്തിനപ്പുറമാണെന്ന്. ഭയം വകവയ്ക്കാതെ നടപടിയെടുക്കാൻ പഠിക്കുന്ന വ്യക്തിയെ ലോകത്തിലെ ഒരു ശക്തിക്കും അവരെ അധികകാലം തടയാൻ കഴിയില്ലെന്ന് ഓർമ്മിക്കുക. അടുത്ത ശീലം വീണുപോയതിനു ശേഷം എങ്ങനെ എഴുന്നേൽക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. ഇപ്പോൾ ലക്ഷ്യങ്ങൾ, സമയം, ഊർജം, പ്രവൃത്തി എന്നിവ എത്ര പ്രധാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ജീവിതം എല്ലായ്പ്പോഴും നമ്മുടെ പദ്ധതികൾക്കനുസൃതമായി പോകുന്നില്ല. വഴിയിൽ നമ്മൾ ഇടറി വീഴുന്നു, നമ്മൾ തെറ്റുകൾ വരുത്തുന്നു, ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടുന്നു. 5ാമത്തെ ജീവിതം മാറ്റിമറിക്കുന്ന ശീലം പരാജയത്തെ ഭയപ്പെടുന്നതിന് പകരം ഒരു പാഠമാക്കി മാറ്റുക എന്നതാണ്. കാരണം പരാജയത്തിൽ നിന്ന് ഓടിപ്പോകുന്ന വ്യക്തി ഒരിക്കലും അവരുടെ യഥാർത്ഥ കഴിവിലെത്തില്ല. പരാജയം മനസ്സിലാക്കാൻ പഠിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഭാവിയിൽ യഥാർത്ഥ വിജയം സ്വീകരിക്കാൻ കഴിയൂ. പരാജയം യഥാർത്ഥത്തിൽ ബലഹീനതയെ സൂചിപ്പിക്കുന്നില്ല. പരാജയം നിങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ മിക്ക ആളുകളും ഈ തെറ്റ് ചെയ്യുന്നു. അവർ ഒരു തെറ്റ് അവരുടെ ഐഡന്റിറ്റിയായി മാറുന്നു. അവർ സ്വയം പറയുന്നു, ഞാനൊരു പരാജയമാണ്, എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഈ ചിന്ത അവരെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നു. പക്ഷേ സത്യമെന്തെന്നാൽ വിജയിച്ച ഓരോ വ്യക്തിയുടെയും കഥ പരാജയങ്ങളിൽ അധിഷ്ഠിതമാണ്. ആരും ഉടനെ ലക്ഷ്യസ്ഥാനത്തെത്തില്ല, എല്ലാവരും വീഴണം. ഒരേ ഒരു വ്യത്യാസം,
ചിലർ വീണതിന് ശേഷം എഴുന്നേൽക്കുന്നു, മറ്റുള്ളവർ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ്. ഈ ശീലം സ്വീകരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ പരാജയപ്പെടുമ്പോഴെല്ലാം സ്വയം ഒരു ചോദ്യം ചോദിക്കുക എന്നതാണ്: എനിക്കിതിൽ നിന്ന് എന്താണ് പഠിക്കാൻ കഴിയുക? കാരണം നിങ്ങൾ ഒരു പഠന മനോഭാവം വളർത്തിയെടുക്കുന്ന ദിവസം പരാജയത്തിന് അതിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നു. അതിനിനി നിങ്ങളെ തകർക്കാൻ കഴിയില്ല. അത് നിങ്ങളെ മികച്ചതാക്കാൻ തുടങ്ങും. 21 ദിവസത്തേക്ക് ഓരോ തെറ്റിനും ശേഷം സ്വയം ശപിക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ചിന്ത ക്രമേണ മാറാൻ തുടങ്ങും. നിങ്ങൾ പരാജയത്തിൽ നിന്ന് ഓടുന്നത് നിർത്തും. നിങ്ങൾ അതിനെ ഒരു ചവിട്ടുപടിയായി കാണാൻ തുടങ്ങും. ഈ ചിന്ത തന്നെ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും. ഓർക്കുക, പരാജയവുമായി സൗഹൃദം സ്ഥാപിക്കുന്ന വ്യക്തി ഒരു ദിവസം വിജയം അവരുടെ വാതിലിൽ മുട്ടുന്നത് കാണും. പാതി വഴിയിൽ നിർത്താതിരിക്കാൻ മുന്നോട്ടു പോകാനുള്ള ശക്തി എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് അടുത്ത ശീലം നിങ്ങളെ പഠിപ്പിക്കും. ശീലം നമ്പർ 6: സ്ഥിരതയും അച്ചടക്കവും നിങ്ങളുടെ മുഖമുദ്രയാക്കുക. ഇപ്പോൾ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക, സമയത്തെ വിലമതിക്കുക, ഊർജം വർദ്ധിപ്പിക്കുക, ഭയം വകവയ്ക്കാതെ നടപടിയെടുക്കുക, പരാജയത്തിൽ നിന്ന് പഠിക്കുക എന്നിവയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു. എന്നാൽ ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ കണ്ണി സ്ഥിരതയാണ്. കാരണം സ്ഥിരതയില്ലാതെ ഒരു ശീലവും ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയില്ല. 6ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ശീലം സ്ഥിരതയും അച്ചടക്കവും നിങ്ങളുടെ മുഖമുദ്രയാക്കുക എന്നതാണ്. മിക്ക ആളുകളും വലിയ ഉത്സാഹത്തോടെയാണ് ആരംഭിക്കുന്നത്. പക്ഷേ അവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നതിനാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ മടുത്തു. അവർക്ക് തോന്നുമ്പോൾ അവർ കഠിനാധ്വാനം ചെയ്യുന്നു, അല്ലാത്തപ്പോൾ നിർത്തുന്നു. എന്നാൽ ജീവിതത്തിൽ മികച്ച ഫലങ്ങൾ ലഭിക്കുന്നത് മാനസികാവസ്ഥയിലല്ല, അച്ചടക്കത്തിൽ നിന്നാണ്. അച്ചടക്കം എന്നാൽ സ്വയം പീഡിപ്പിക്കുക എന്നല്ല. അച്ചടക്കം എന്നാൽ നിങ്ങളുടെ ഭാവിക്ക് നിങ്ങൾ നൽകുന്ന വാഗ്ദാനം പാലിക്കുക എന്നാണ്. നിങ്ങൾ എല്ലാ ദിവസവും ശരിയായ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നിയാലും ഇല്ലെങ്കിലും അത് ക്രമേണ ഒരു ശീലമായി മാറുന്നു. അത് ഒരു ശീലമായി കഴിഞ്ഞാൽ കഠിനാധ്വാനം എളുപ്പമായി തോന്നാൻ തുടങ്ങും. ഈ ശീലം സ്വീകരിക്കാൻ നിങ്ങൾ ഉയർന്ന ലക്ഷ്യങ്ങൾ സ്ഥാപിക്കേണ്ടതില്ല. പകരം നിങ്ങൾ എല്ലാ ദിവസവും ചെറിയ ചുവടുകൾ എടുക്കേണ്ടതുണ്ട്. ചെറിയ ചുവടുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കും. 21 ദിവസത്തേക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അല്പമെങ്കിലും പ്രവർത്തിച്ചാൽ നിങ്ങളുടെ മനസ്സ് ദിനചര്യ സ്വീകരിക്കും. നിങ്ങൾ സ്വയം നിർബന്ധിക്കേണ്ടതില്ല. ഒരു കാലത്ത് ഒരു ഭാരമായി തോന്നിയിരുന്ന ജോലികൾ ഇപ്പോൾ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായി മാറിയിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഓർമ്മിക്കുക, കഴിവുകൾ നിങ്ങളെ ആരംഭിക്കാൻ സഹായിക്കും, പക്ഷേ സ്ഥിരതയാണ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. അച്ചടക്കം സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഇനി സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നില്ല. ഇപ്പോൾ അവസാനത്തെ ശീലം നിങ്ങളെ എല്ലാ ദിവസവും മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷവും മാനസികാവസ്ഥയും എങ്ങനെ സൃഷ്ടിക്കാമെന്ന് പഠിപ്പിക്കും. 7 ശീലങ്ങൾ ശരിയായ അന്തരീക്ഷവും പോസിറ്റീവ് ചിന്തയും സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്തുന്ന എല്ലാ ശീലങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അവസാനത്തേതും ഏറ്റവും ആഴമേറിയതുമായ ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായ ശീലം നിങ്ങളുടെ ചുറ്റുപാടുകളെയും നിങ്ങളുടെ ചിന്തയെയും ബോധപൂർവം വഴിതിരിച്ചുവിടുക എന്നതാണ്. കാരണം ഒരു വ്യക്തി ഒറ്റപ്പെട്ടവനല്ല, അവരെ അവരുടെ പരിസ്ഥിതിയാണ് രൂപപ്പെടുത്തുന്നത്. നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ആളുകൾ, നിങ്ങൾ ദിവസവും കേൾക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആവർത്തിച്ച് കാണുന്ന കാര്യങ്ങൾ എന്നിവ ക്രമേണ നിങ്ങളുടെ ചിന്തയെ രൂപപ്പെടുത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളുടെ പരിസ്ഥിതി നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എത്ര ശക്തനാണെങ്കിലും ഒടുവിൽ നിങ്ങൾ തകരും. എന്നാൽ നിങ്ങളുടെ പരിസ്ഥിതി മുന്നോട്ട് പോകാൻ ഓർമ്മിപ്പിച്ചാൽ ഏറ്റവും ക്ഷീണിപ്പിക്കുന്ന സമയങ്ങളിൽ പോലും നിങ്ങൾ നിർത്തുകയില്ല. ഈ ശീലം സ്വീകരിക്കുക എന്നതിനർത്ഥം നിങ്ങളെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നാണ്. അത് ആളുകളായാലും ശീലങ്ങളായാലും ചിന്തകളായാലും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്ന ഏതൊരു ശബ്ദത്തിൽ നിന്നും അകന്നു നിൽക്കുകയും നിങ്ങൾ എന്തിനാണ് ആരംഭിച്ചതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഏതൊരു ശബ്ദത്തിലേക്കും അടുക്കുകയും ചെയ്യുക. പോസിറ്റീവ് ചിന്ത എന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഓടിപ്പോകുക എന്നല്ല അർത്ഥമാക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും പരിഹാരങ്ങൾ കണ്ടെത്തുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക എന്നാണ് ഇതിനർത്ഥം. ഒരു നെഗറ്റീവ് വ്യക്തി ഒരു പ്രശ്നം നേരിടുമ്പോൾ കരയുന്നു, എന്നാൽ ഒരു പോസിറ്റീവ് വ്യക്തി പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നിങ്ങൾ മനഃപൂർവ്വം പോസിറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പോസിറ്റീവ് കാര്യങ്ങൾ വായിക്കുകയും 21 ദിവസം സ്വയം പോസിറ്റീവ് വാക്കുകൾ സംസാരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ചിന്ത മാറാൻ തുടങ്ങും.
നിങ്ങളുടെ ചിന്തകൾ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. ഓർമ്മിക്കുക, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളായി മാറുകയും നിങ്ങൾ എല്ലാ ദിവസവും വിശ്വസിക്കുന്ന കാര്യങ്ങൾ നേടുകയും ചെയ്യുന്നു. ഈ 7 ശീലങ്ങൾ നിങ്ങൾ 21 ദിവസത്തേക്ക് വിശ്വസ്തയോടെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്ന അതേ വ്യക്തിയല്ല ഇനി മുതലെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ചിന്ത കൂടുതൽ വ്യക്തമാകും, നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ശക്തമാകും, നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരും. ഈ ഓഡിയോ ബുക്കിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ്: നിങ്ങൾക്ക് ഒരു പുതിയ ദിശ നൽകുക എന്നതാണ്. തീരുമാനം ഇപ്പോൾ നിങ്ങളുടേതാണ്. നിങ്ങൾക്കത് കേട്ടു മറക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താം. കാരണം മാറ്റം ഒരിക്കലും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നില്ല. മാറ്റം എല്ലായ്പ്പോഴും ഇന്ന് ആരംഭിക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക. നിങ്ങൾ ഈ വീഡിയോ ആരംഭിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിച്ചിരുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ 7 ശീലങ്ങൾ നിങ്ങളെ അല്പമെങ്കിലും ഉലച്ചിട്ടുണ്ടെങ്കിൽ മാറ്റം സാധ്യമാണെന്നും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശ നൽകാൻ കഴിയുമെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഓഡിയോ ബുക്ക് സംഗ്രഹത്തിന്റെ ഏറ്റവും വലിയ വിജയം. കേൾക്കുന്നതിലൂടെ മാത്രം ജീവിതം മാറുന്നില്ല എന്ന് ഓർമ്മിക്കുക. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളിൽ ഉൾപ്പെടുത്തുമ്പോൾ ജീവിതം മാറുന്നു. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ മാത്രമല്ല, ഈ നിമിഷം മുതൽ ഈ 7 ശീലങ്ങളിൽ ഒന്നെങ്കിലും ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുമെന്നും തുടർന്ന് ക്രമേണ ബാക്കിയുള്ളത് സ്വീകരിക്കുമെന്നും സ്വയം പ്രതിജ്ഞയെടുക്കുക. കാരണം ശരിയായ ദിശയിലേക്കെടുത്ത ഒരു ചെറിയ ചുവടുവെപ്പ് പോലും നിങ്ങളുടെ മുഴുവൻ യാത്രയെയും മാറ്റിമറിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങളെ ചിന്തിപ്പിച്ചതായി തോന്നിയെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് ഇതേ മാറ്റം ആഗ്രഹിക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇത് പ്രചരിപ്പിക്കാൻ സഹായിക്കുന്നു. കൂടുതൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രചോദനാത്മക വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നഷ്ടപ്പെടുത്താതിരിക്കാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ഇന്ന് നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഈ 7 ശീലങ്ങളിൽ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ തീരുമാനം വാക്കുകളിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് കൂടുതൽ ശക്തമാകും. നിങ്ങളുടെ ചിന്തയെയും ജീവിതത്തെയും പരിവർത്തനം ചെയ്യാൻ ശക്തിയുള്ള അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ ഓർമ്മിക്കുക, നിങ്ങൾക്ക് മാറാൻ കഴിയും, നിങ്ങൾക്ക് മികച്ചവരാകാൻ കഴിയും. നിങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കണം. നന്ദി. പ്രപഞ്ചശക്തിക്ക് നന്ദി.